എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1845 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ മധുസൂദന പണിക്കർ സാറാണ്. സാറിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുസൂദന പണിക്കർ സാർ നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു ക്ലാസ്സുമായി ഇന്ന് വീണ്ടും എത്തിയിരിക്കുകയാണ്. മെഡിസിൻ ലൈസിനെ കുറിച്ചുള്ള ഒരു അവലോകനം ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം. സാറ് എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ അനുവാദത്തോടു കൂടി വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. അതുപോലെ തന്നെ ഒരു അനൗൺസ്മെന്റ് കൂടെ ഉണ്ട് സാറേ. ഒരു നിമിഷം. നമ്മുടെ വെബിനാർ തുറന്നുകൊണ്ടിരിക്കുന്ന വെബിനാർ തുടങ്ങിയത് 2019 2019 തുടങ്ങിയ മലയാളം വെബിനാർ ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇപ്പോൾ 5 വർഷം പൂർത്തിയായിരിക്കുകയാണ് നമ്മുടെ മലയാളം വെബിനാർ തുടങ്ങിയിട്ട്. അതിന്റെ ഒരു സെലിബ്രേഷൻ എറണാകുളം താജ് വിവാന്തയിൽ വെച്ച് നമ്മൾ സെപ്റ്റംബർ 28 ഞായറാഴ്ച ദിവസം ആഘോഷിക്കുകയാണ്. ആ ആഘോഷവേളയിൽ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു ഡെലിഗേറ്റ് ഫീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. താജ് വിവാന്തയിൽ വെച്ചായതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെലിഗേറ്റ് ഫീ അതിൽ കുറയ്ക്കാനാവുന്നില്ല. അതുകൊണ്ട് ഒരു 3000 റുപ്പീസാണ് ഒരാളിനുള്ള ഡെലിഗേറ്റ് ഫീ. ഒരാൾ കൂടി അക്കമ്പനി ചെയ്യുന്ന പേഴ്സണിന് 2500 അത് ഡെലിഗേറ്റ് ഫീ അടച്ച് എത്രയും വേഗത്തിൽ ഈ ആഘോഷ പരിപാടിയിൽ നിങ്ങളും പങ്കുചേരണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്ക് മധുസൂദന പണിക്കർ സാറിന്റെ ക്ലാസ്സിലേക്ക് പോകാം. സാറും തീർച്ചയായിട്ടും നമ്മുടെ ഈ ആഘോഷവേളയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് തുടങ്ങും. ഡോക്ടറുടെ ഇൻവിറ്റേഷനൊക്കെ കേട്ടു. കാശൊക്കെ അടച്ചിട്ടുണ്ട്. വന്നെത്താൻ പറ്റുമെന്ന് തോന്നില്ല. മാക്സിമം ശ്രമിക്കാം. കുറെ എൻഗേജ്മെന്റ്സ് ഉണ്ടായി. ഞങ്ങളൊരു പുതിയ ആശുപത്രി സമുച്ചയമൊക്കെ പണിത് ഇപ്പൊ ഹോമിയോപ്പതിക്ക് അലോപ്പതി ഡോക്ടർ ലക്ഷ്മിയുടെ പെർമിഷനിലാണ്. ധനേഷൊക്കെ IFPH റെപ്രസെന്റ് ചെയ്ത് വന്ന് കണ്ടിരുന്നു. ഫോട്ടോ കണ്ടായിരുന്നു സാറേ. അതെ അതെ അങ്ങനെ പോകുന്നു. വലിയ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. വലിയ എല്ലാ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ കേസുകളിലൊക്കെ കുറച്ചുകൂടെ അത്ഭുതങ്ങളും നന്മയൊക്കെ വരുത്താവുന്ന ഒരു ശ്രമത്തിലാണ്. എല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ. നമ്മുടെ പ്രാർത്ഥനയും അധ്വാനവും പ്രയറും ഒക്കെ ഉണ്ട്. എല്ലാം ലക്ഷ്മിയുടെ പുതിയ ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും ആലപ്പുഴ കൂടെ പോകുമ്പോൾ ഒന്ന് കയറി ഒരു ആശീർവാദമൊക്കെ തരണം. തീർച്ചയായിട്ടും എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് വിളിക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള വേദികളുള്ളത് കൊണ്ടും ഞങ്ങൾ വരുന്നത് കൊണ്ടും നിങ്ങളോടൊക്കെ പറയാവുന്നതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളെ റെപ്രസെന്റ് ചെയ്ത് ഡോക്ടർ ധനേഷ് വന്നിരുന്നു. ഓക്കെ. നമ്മള് ഇപ്പൊ കുറച്ചാളായിട്ട് ഈ മയാസവും മറ്റു മരുന്നുകളും ഓരോ അസുഖങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ മെഡിസിൻ നമ്മൾ പഠിച്ച് ഗൃഹസ്ഥമായി വെച്ചാൽ ഒരു 10-20 പോളിഗ്രസ്റ്റ് തറവാക്കിയാൽ അതിനകത്ത് നമുക്ക് ഒത്തിരി കമ്പയർ ചെയ്ത് മെഡിക്ക പഠിക്കാനും പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റുമെന്നുള്ള ഒരു അനുഭവ സമ്പത്ത് വെച്ചിട്ട് ഹോമിയോപ്പതിയുടെ മിറാക്കിൾസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന 2 മരുന്നുകളാണ് കഴിഞ്ഞ് നമ്മൾ 2 ക്ലാസ്സിൽ പറഞ്ഞത്. ഒന്ന് ബാസിലസ് സൈക്കോസിസിന്റെ അസെറ്റാനിലിഡിയോ. അത് കഴിഞ്ഞ് ഒത്തിരി കൊറീസ് ഉണ്ടായിരുന്നു അതിനെ പറ്റിയൊക്കെ. അപ്പൊ വളരെ നമുക്ക് വിശ്വസിക്കാവുന്ന മരുന്നുകളാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ആരും വൈഡായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാതെയോ ഭയപ്പെടുകയോ ഇല്ലെങ്കിൽ അതിന്റെ തെറാപ്പറ്റിക്സ് പഠിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടോ നമ്മൾക്ക് അന്യം നിന്ന് പോകുന്ന ഒരു മരുന്നാണ് ലൈസിൻ എന്ന് പറയുന്നത്. HCl നോസോഡിന്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വലിയ അനുഭവമാണ്. ഈ ലൈസിനെ പറ്റി കൂടുതൽ പഠിക്കാനും അന്ന് തൊട്ട് അത് ഉപയോഗിക്കാനും
അതിന്റെ അത്ഭുത സിദ്ധികൾ കൊണ്ട് ഒത്തിരി ഒത്തിരി നന്മകൾ സമൂഹത്തിന് ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഒരു പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് വൈറൽ ഫീവർ വന്ന് കുറെ നാൾ കഴിഞ്ഞു 3.5 വയസ്സിൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടായി. അത് വൈറൽ മെനിഞ്ചൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ഒരു പോസ്റ്റ് മെനിഞ്ചിയൽ പാരാലിസിസ് ഉണ്ടായ കേസസിൽ അതിൽ ലൈസിന് കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് ലൈസിനകത്ത് പറയുന്നത് സ്പാസ്റ്റിക് പാരാലിസിസ് എന്നാണ്. ഇപ്പൊ മെനിഞ്ചൈറ്റിസ് വന്നു, 2 വശവും പാരലൈസ്ഡ് ആയി. പക്ഷെ പാരാലിസിസിന് ഫ്ലാക്സിബിലിറ്റി അല്ലേ, നമ്മൾ പൊക്കിയ താഴെ അറിയാതെ വേണ്ട വീട് പോകും, പാരലൈസ്ഡ് ആയിട്ട് കിടക്കും. ഇത് സ്റ്റിഫ്നെസ്, സ്പാസ്റ്റിക് സ്റ്റിഫ്നെസ് വരിക, അതാണ് സ്പാസ്റ്റിക് പാരാലിസിസ് എന്ന് പറയുന്നത്. സ്പാസ്റ്റിക് പാരാലിസിസ് ഉണ്ടാകുന്ന അപൂർവം കുറച്ച് മരുന്നുകളിൽ ഒന്നാണ് ലൈസിനും. അപ്പൊ ആ കുട്ടിക്ക് അങ്ങനെ വന്നു. ആകെ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു മരണാവസ്ഥയിൽ കണ്ട ആ പേഷ്യന്റിന് അതിന്റെ വായിൽ നിന്ന് സലൈവേഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്നു, തൊടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. സൗണ്ട്, നമ്മൾ ആ കുട്ടിയോട് അച്ഛൻ്റെയും അമ്മയോടും വിവരം ചോദിക്കുമ്പോൾ തന്നെ അത് റെസ്റ്റ്ലെസ് ആകുന്നതുണ്ട്. അപ്പൊ ആ 3 സിംറ്റം, ഒന്ന് സ്പാസ്റ്റിക് പാരാലിസിസ് ആഫ്റ്റർ മെനിഞ്ചൈറ്റിസ്, 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു സൗണ്ട്, 3 സലൈവേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 10 സിംറ്റംസിലെ ആദ്യത്തെ 3 നെർവസ് സിംറ്റംസ്, നെർവസുമായിട്ട് റിലേറ്റഡ് ചെയ്ത എയിൽമെന്റ്സ് ഫ്രം എന്ന് നമുക്ക് പറയാവുന്ന സാഹചര്യമുള്ള ലൈസിന്റെ മെഡിസിൻ, ലൈസിൻ എന്ന് പറയുന്ന റാബിറ്റ് ഡോഗിന്റെ സലൈവയിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ അലൻസ് മെറ്റീരിയൽ മെഡിക്കൽ വർണ്ണിച്ചിട്ടുള്ള നോട്ട്സോ ഗ്രൂപ്പിലെ അതിപ്രധാനമായ ഒരു മരുന്നിന്റെ 200 പൊട്ടൻസി ഒരു ഡോസ് കൊടുക്കുകയും വെയിറ്റ് ചെയ്തപ്പോൾ 3-ാം ദിവസം തന്നെ ആ കൊച്ചിന് അത്ഭുതകരമായ വ്യത്യാസം വരികയും ചെറിയ ഒരു കാഴ്ചക്ക് ഹെയ്സിന് കുറെ ഒരു ഡിമിഷൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. 2-3 മാസം കൊണ്ട് ആ ഒരു ലൈസൻസ് 200ന്റെ ആക്ഷനിൽ ഒരു ഓൾമോസ്റ്റ് 80-85% ക്യൂർ കിട്ടുകയും ചെയ്ത ഒരു അത്ഭുത പ്രതിഭാസം ഉണ്ടായപ്പോ തൊട്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം ഉണ്ടായി. അത് ആ പ്രാക്ടീസിൽ വളരെയേറെ ശ്രദ്ധേയമായ വിലയിരുത്തലുകൾ ഉണ്ടായ ഒരു കാര്യമാണ്. പിന്നെ അതിനകത്ത് വന്ന ഒരു വലിയ റിപ്പോർട്ട്, വലിയ ഒരു നന്മ നമുക്ക് കിട്ടാതെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേമൻ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വളരെ സാധുവായ ഒരു അച്ഛന്റെ കുട്ടിയായതുകൊണ്ട് അതിനെപ്പറ്റി ജനം കൂടുതൽ അറിഞ്ഞില്ല. പക്ഷെ എന്നാൽ പോലും പറഞ്ഞു അറിയാതെയൊക്കെ നമുക്ക് അതിന്റെ ഒത്തിരി നന്മകൾ ഇതിൽ കിട്ടുകയുണ്ടായി. അപ്പൊ അതിന്റെ 3 ബേസിക് ആയിട്ടുള്ള ഒരു അനുഭവം അതാണ് ലൈസിനെ പറ്റിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ ഇപ്പം ഹൈഡ്രോസഫാലസ് വരിക, കൺജനറ്റൈൽ ഡെഫ്നെസ് വരിക, ഡെഫ്നെസ് ആൻഡ് ഡം പേഷ്യൻസ് വരിക, ഏതെങ്കിലും കേസിൽ സ്പാസ്റ്റിക് ആയിട്ടുള്ള പാരാലിസിസ്, സ്റ്റിഫ്നെസ് ആണ്, അതാണ് സ്പാസ്റ്റിക് പാരാലിസിസ് എന്ന് പറയുന്നത്. പാരലൈസ്ഡ് സ്റ്റിഫായി പോകും. മോട്ടോർ ന്യൂറോൺ ഡിസീസിൽ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് വരിക, ഇങ്ങനെയൊക്കെ ഉള്ള എയിൽമെന്റ്സ് ഫ്രം ബ്രെയിൻ ഡാമേജസ്, ബ്രെയിൻ ഇൻഫെക്ഷൻസ്, ബ്രെയിൻ ഡിസീസസ്. അപ്പൊ അതിലാണ് ലൈസിന്റെ ഏറ്റവും കൂടുതൽ ആക്ഷൻ ഉള്ളത്. ഏറ്റവും കൂടുതൽ ലൈസിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻ. അപ്പൊ അങ്ങനെ ഒരു ഹിസ്റ്ററിയോടുകൂടി ഞാൻ ഇതിന്റെ വർണ്ണന തുടങ്ങുക. അപ്പൊ ആ 3 സിംറ്റംസ് പോസ്റ്റ് മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള മെനിഞ്ചൈറ്റിസ് വന്ന കേസസിൽ പാരാലിസിസ് വന്നത് ഈ മെഡിസിൻ കൊടുത്തുകൊണ്ടുണ്ടായ അത്ഭുതപരമായ ഒരു ചേഞ്ചസ് വളരെ 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 ശ്രദ്ധിക്കപ്പെടാവുന്ന വിധത്തിലുള്ള ഒരു ക്യൂർ. അത് കുറെ നമ്മുടെ പ്രാക്ടീസിന്റെ ഒരു മധ്യകാലത്തിലൊക്കെ ഇത്രയും കൂടുതൽ മെഡിസിൻ പഠിക്കുകയും അതിന്റെ പതോളജി പഠിക്കാത്ത കാലത്ത് ഈ 3 സിംറ്റം വെച്ചിട്ടുള്ള ഇതിൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടിയപ്പം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുകയും അതിനുവേണ്ടി ഡെപ്തിൽ ഒത്തിരി പുസ്തകങ്ങൾ റെഫർ ചെയ്ത് നോട്ട് ഉണ്ടാക്കുകയൊക്കെ വെച്ച് ചെയ്ത് അനുഭവമുള്ള ഒരു മരുന്നായതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഇത് പങ്കിടാമെന്ന് ഞാൻ വിചാരിച്ചത്.
ബേസിക്കലി റാബിസ് ഇതിന്റെ പതോളജി ബേസ്ഡ് അപ്പോൺ റാബിസ് affect the central nervous system, especially the brain stem. ഇപ്പൊ ബ്രെയിൻ സ്റ്റെമ്മിൽ ആക്ട് ചെയ്യുന്ന 3 മരുന്നുകളാണ് ഡെൻഡ്ലൈസ്പാനിയ, ഒന്ന് ബിഫോറാന, ഒന്ന് ലൈസിൻ. അതിന്റെ പതോളജി ആയിട്ട് നമ്മള് പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കോസ്റ്റികത്തിന്റെ സെർബറൽ കോർട്ടക്സ് പോലെ ബ്രെയിനകത്തുള്ള ഏത് പാർട്ടിലാണ് ഇതിന്റെ റൂട്ടെന്ന് നമുക്ക് MRIയിലൊക്കെ വെച്ച് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സ്റ്റഡിയിലൊക്കെ കിട്ടുവാണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് നമുക്ക് മെഡിസിനകത്തോട്ട് ഇടിച്ചു കയറാൻ പറ്റും. ഇപ്പം ഏതെല്ലാം കേസസിലാണ് ഡിസീസ് വെച്ച് ക്രേനിയൽ നെർവസ് സിസ്റ്റത്തിൽ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തില്, ബ്രെയിൻ സ്റ്റെമ്മില്, ഓൾ ബ്രെയിനിൽ എഫക്റ്റ് പോലും ഏതെങ്കിലും മെനിഞ്ചൈറ്റിസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓൾ ബ്രെയിൻ പതോളജിയാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ ആ കേസസിൽ ലൈസിൻ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ടാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. Considering the sphere of action, rabies virus and dynamic pathology, lysine have used the drugs in meningitic and post-encephalitic conditions, microencephaly, mongolism, hydrocephalus, congenital deaf and dumb patients with spastic paralysis of any kind. For motor neuron diseases, optic neuritis, motor neuron disease പോലുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ മെയിനായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന 200 പൊട്ടൻസിയിലൊക്കെ തന്നെ വിതിൻ ഷോർട്ട് ടൈം 10-20 ദിവസം കൊണ്ട് ഇംപ്രൂവ്മെന്റ് ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന അത്ര എഫക്റ്റീവ് ഉള്ള ഒരു മെഡിസിൻ ആണ് ലൈസിൻ. ഇത് തന്നെ ഈ സ്പാസ്റ്റിക് പാരാലിസിസ് ഇല്ലാതെ തന്നെ stiffness with salivation, sensitiveness to sound, mentalization, ഈ സിംറ്റം ഒക്കെ സോറിയാസിസിലും ഈ മെഡിസിനെ വളരെയേറെ ഫലപ്രദമാക്കുന്നുണ്ട്. സ്കിൻ ഡിസീസസിൽ എസ്പെഷ്യലി സോറിയാസിസ് ഡിഫ്യൂസായിലൊക്കെ ഡിസീസിന്റെ ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷൻ കാരണം മെന്റലി ഡിപ്രസ്ഡ് ആയിട്ട് പോയിട്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര റഫായിട്ട് സംസാരിക്കുന്ന, ഭയങ്കര ഇൻഡിഫറന്റ് ആയിട്ട് സംസാരിക്കുന്ന, ഞാനത് വർണ്ണിച്ചു വരുന്നുണ്ട്. അപ്പൊ ലൈസിന്റെ മെന്റൽ പിക്ചറൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഈവൻ ലെപ്രസിയിലും സോറിയാസിസിലും സ്കിൻ ഡിസീസില് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. മീൻസ് വേരിയസ് ടൈപ്പ് ഓഫ് ഒബ്സ്റ്റിനേറ്റ്, ചഞ്ചലിപ്പില്ലാതെ ഏറ്റവും കൂടുതൽ മെഡിസിനൊക്കെ യൂസ് ചെയ്തിട്ടും കുറവില്ലാതെ വരുന്നവരെ വളരെ സഹിഷ്ണുതയോടുകൂടി നമ്മൾ വാച്ച് ചെയ്ത് അവരുടെ മെന്റൽ സിംറ്റംസ്, അതിന്റെ ഫിസിക്കൽ സിംറ്റംസ്, അതിന്റെ മൊഡാലിറ്റി ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ ഒറിജിനൽ മെയിൻറ്റെയിനിങ് കോസസ് എയിൽമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുമ്പം ഈ ഗ്രൂപ്പ് ഓഫ് മെഡിസിനിൽ നമ്മുടെ അസറ്റാനിൽഡിയത്തിൽ പോലെ തന്നെ ഇതിലും ആ ഒരു ബേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈസിൻ വളരെ എഫക്റ്റീവ് മെഡിസിനാണ്. ഇതിന്റെ മാനസികാവസ്ഥ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ പറയാം. മെന്റൽ ഓർ ഇമോഷണൽ ഡിസീസ്, എസ്പെഷ്യലി ദോസ് ഡ്യൂ ടു ഡീപ് സീറ്റഡ് മയാസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് മയാസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡിസ്ട്രക്ഷൻ, സെപ്പറേഷൻ, മെന്റൽ ടോർച്ചറിങ്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള മെന്റൽ ഹറാസ്മെന്റ്, ഡിപ്രഷൻസ്, അൺസാറ്റിസ്ഫൈഡ് ലൈഫ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബേസ്മെന്റ് ഇതിന്റെ മയാസവും പതോളജിയും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ലൈസിൻ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. നമ്മുടെ മോണില്ല ആൽബിക്കൻസ്, ലൈസിനൊക്കെ ആ ഒരു സാമൂഹ്യ ഹിസ്റ്ററിയിൽ നിന്ന് ക്യാൻസർ ആയിട്ട് വരുന്നത്, സോറിയാസ് ആയിട്ട് വരുന്നതും, ലെപ്രസി പോലുള്ള ഒബ്സ്റ്റിനേറ്റ് ആയിട്ടുള്ള സ്കിൻ ഡിസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈസിൻ ചിന്തിക്കാവുന്നതാണ്. ദെൻ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്ന ഈ സ്കിന്നില് ലൈസിനും പതോളജിയിൽ ചേർക്കാവുന്നത് വിത്ത് എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, ഇപ്പൊ സോറിയാസിസ് കൂടെ, ഇല്ലെങ്കിൽ ക്രോണിക് ഹെഡേക്ക്, ഇല്ലെങ്കിൽ ക്രോണിക് ആസ്മ, ഇല്ലെങ്കിൽ ഇതുപോലെ പാരാലിസിസ്, ഏതെങ്കിലും എയിൽമെന്റ്സ് ഫ്രം ബ്രെയിൻ ഡിസീസ്, സ്പെഷ്യലി പിന്നെ ബ്രെയിൻ സ്റ്റെം, ജനറൽ എയിൽമെന്റ്സ് ഫ്രം മെനിഞ്ചൈറ്റിസ് ഓർ എൻസെഫലി,
അല്ലെങ്കിൽ കൺജക്റ്റൽ മാൽഫോർമേഷൻ ഒക്കെ കൊണ്ടുണ്ടാകുന്ന ബ്രെയിൻ ഡിസീസ് ഉള്ള ഒരാളില് ഇതുപോലുള്ള ജീവിത സാഹചര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈസിൻ ഈവൺ ഇൻ എക്സസൈസ് സലൈവേഷൻ, സെൻസിറ്റീവ് ടു സൗണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രൊഡോമിനേറ്റിംഗ് 3-4 സിംറ്റം കിട്ടിയാലും ഈ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ലൈസൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് മെലിറ്റസ്, ഹിസ്റ്ററി ഓഫ് ട്യൂബർകുലോസിസ്, എനിക് മാലിഗ്നൻസി, സിറോസിസ് ഓഫ് ലിവർ, നെഫ്രോട്ടിക് സിൻഡ്രോം, സിനൈൽ സ്പൈനൽ പാരസിസ്, ഡീജനറേറ്റീവ് ബേസ്, ഇതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള മെയിൻറ്റെയിനിങ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഇയാളിനെ ഈ ഡിസീസ് കണ്ടീഷൻ ആക്കിയ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ 2-3 ലൈസിന്റെ സിംറ്റം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ശക്തമായിട്ട് ലൈസിൻ പരീക്ഷിക്കാവുന്നതാണ്. ഇതിനുപരി ഇതിന്റെ വേറൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള പതോളജി നമ്മൾ കാണുന്നത്, ഈ എൻസെഫലൈറ്റിസ് വന്നാൽ ഏതെങ്കിലും ഇതിൽ ബ്രെയിൻ ട്യൂമർ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പാരാലിസിസ്, സ്ട്രോക്ക്, സിവിയർ ആയിട്ട് വന്നിട്ടുള്ള പാരാലിസിസ്, ഇതിലൊക്കെ അട്രോഫി ഓഫ് ബ്രെയിൻ MRIയിൽ കാണുന്നുണ്ടെങ്കിൽ ഈ സെൻസിറ്റീവ് ടു സൗണ്ടും സലൈവേഷനും മെന്റൽ അജിറ്റേഷനും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ, മെന്റൽ അജിറ്റേഷൻ നമ്മൾ വർണ്ണിച്ചു വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പം ലീഡിങ് ടു ഹിസ്റ്ററി ഓഫ് അട്രോഫി ഓഫ് ബ്രെയിൻ ബേസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ലൈസിന് ഭയങ്കരയേറെ ശക്തമായ സ്വാധീനം ചെയ്യാൻ പറ്റുമെന്നാണ് അതിന്റെ പ്രൊവിൻഷ്യലില് അലൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വേറെ എന്താ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മള് അതിനുവേണ്ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ് ചെയ്ത് അല്ലെങ്കിൽ റെപ്പറട്ടറൈസ് ചെയ്തൊക്കെ കണ്ടുപിടിക്കുന്ന ഹെലിബറസ് നൈജർ അല്ലെങ്കിൽ പിന്നെ ആർട്ടിമെസിയ വൾഗാരിസ്, സിംഗമെറ്റ്, ടാരന്റുല ഹിസ്പാനിയ ഒക്കെ ഫെയിലുവർ ചെയ്യുമ്പോൾ ഈ ലൈസിനെ പറ്റി ചിന്തിക്കാം. ലൈസിൻ ഒരു അൾട്ടിമേറ്റ്ലി ഫോളോ അപ്പ് ചെയ്ത് ഗുഡ് റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം കേസസിൽ വളരെയധികം എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്, എന്നാലും നമ്മൾ ട്രൈ ചെയ്തുള്ളതിനകത്തൊക്കെ നന്മ കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ ഒരു സെപ്പിയായിക്ക് ഫർദർ ആയിട്ടുണ്ടായ ഡീജനറേറ്റീവ് പ്രൈസസിൽ ഫാമിലി ഹിസ്റ്ററിയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത ഫാമിലി കോംപ്ലിക്കേഷൻസിൽ ലൈസിൻ ഭയങ്കരമായിട്ട് ഗുണം ചെയ്ത ഒരു കഥയുണ്ട്. അതിന് സമയമുണ്ടെങ്കിൽ അവസാനം ഞാൻ പറഞ്ഞു. ഇപ്പം പ്രോഗ്രസീവ് ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ദ ഫണ്ടമെന്റൽ ഡീജനറേഷൻ ഓർ അട്രോഫി ഓഫ് ദി ബ്രെയിൻ, അതാണ് ഇതിന്റെ ഒരു തീം. ഡിസ്ട്രക്റ്റീവ് ആൻഡ് പ്രോഗ്രസീവ് ഡീജനറേഷൻ ഫ്രം എ ഗ്രോസ് ഓർഗാനിക് ഡിസീസ് based upon deep-seated ailments from deep-seated bacterial or viral diseases. ഇപ്പൊ നമ്മുടെ കോവിഡ് പോലുള്ള കാര്യങ്ങൾ, മെനിഞ്ചൈറ്റിസ്, കൺജക്റ്റീവ് കാർഡിയോപ്പതി, കൺജക്റ്റീവ് മെനിഞ്ചോ ബ്രെയിൻ ഡിസീസസ്, അതുപോലുള്ള കേസസിൽ ഹോപ്പ്ലെസ് ആയിട്ട് പോകുന്ന കേസസിൽ ഈ 2-3-4 മൈൻഡിന്റെയും ഫിസിക്കൽ ജേർണലിലുള്ള സലൈവേഷന്റെയും സെൻസിറ്റീവ് ടു സൗണ്ട്, സസ്പീഷ്യസ്, എക്സ്പ്ലോസീവ്, ഇറിറ്റൻസ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുവാണെങ്കിൽ ലൈസിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ലൈസിൻ്റെത്, ഒന്ന് ഹൈലി ഇമ്പൾസീവ് ആയിരിക്കും, അവർക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അത് കൂടുതലും സെക്ഷൽ ഇമ്പൾസ് ആണ്, നെഗറ്റീവ് ഇമ്പൾസസ് ആണ്, ഡിസ്ട്രക്റ്റീവ് ഇമ്പൾസസ്. ഇപ്പൊ കുട്ടികളൊക്കെ തന്നെ ഒരു വിധത്തിലും ഓട്ടിസത്തിലൊക്കെ അവരെ അടങ്ങി ഇരുത്താൻ പറ്റത്തില്ല. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു മൂർത്തിഭാവം. അതുപോലെ തന്നെ ഒരു 10-14 വയസ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം മെന്റലി റിട്ടാർഡേഷൻ വിത്ത് ലൈസിൻ ഹിസ്റ്ററി ആണെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി എല്ലാവരുടെ ജെനിറ്റൽസ് ആയിരിക്കും, ഈവൻ ഫീമെയിൽ ആണെങ്കിലും മെയിലാണെങ്കിലും. അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ വരും, ടാരന്റുല വരക്കുമ്പോ ഇവര് കുലുക്കും. അപ്പൊ ആ വിധത്തിൽ അത് എല്ലാവരുമായിട്ട് ഇറക്ടൈൽ സ്റ്റേറ്റ് ഓഫ് പെനീസ്, എലാർജ്മെന്റ് ഓഫ് ക്ലിറ്റോറിസ് ഒക്കെ എക്സ്പോസ് ചെയ്തിട്ട് അമ്മയുടെ കണ്ണ് വെടിച്ചാൽ കെട്ടിവെച്ചാൽ പോലും ഡ്രസ്സൂരി കളഞ്ഞിട്ട് ചാടി പുറത്തിറങ്ങി വരുന്ന ഒരു കാര്യം കൊണ്ട്
മനസ്സിന്റെ തലത്തിൽ അമ്മയും അച്ഛനെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച് ആസ്വദിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ലൈസിന്റെ ഓട്ടിസോ ADHD-യിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടും ഇല്ലാതെ തന്നെയുള്ള സ്പാസ്റ്റിക് പാരാലിസിസ് ഡിസീസിൽ വളരെ ശ്രദ്ധേയമായ പതോളജിക്കൽ സിംറ്റംസ് ആണ് ലൈസിനുള്ളത്. അപ്പൊ നമ്മൾ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ആസാന ഹോമിയോ ഡോക്ടർ ഈ ലൈസിനെ പറ്റി ഡെപ്തിൽ പഠിക്കണം. നമ്മള് എന്തൊക്കെയുള്ള രാമായണം വായിക്കുന്നത് പോലെ ബൈബിൾ എല്ലാ സഹോദരങ്ങള് ബൈബിളോ വായിക്കുന്ന പോലും ഖുറാൻ വായിക്കുന്നതിനെ പോലെ വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലൈസൻ. അത്ര ഇമ്പൾസീവാ. ത്രോ ദ ചൈൽഡ് ഫ്രം ദ വിൻഡോ. ഇതിന്റെ കയ്യിലിരിക്കുന്നത് അവര് തന്നെ എടുത്ത് ജനലിന്റെ ഇടയിൽ കൂടി ചാടിക്കളയും കണ്ണുവെട്ടിച്ചാൽ. അവരെ തന്നെ അരിശം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ പെടലിക്ക് കുത്തിപ്പിടിക്കും. പാവയുണ്ടെങ്കിൽ പാവയുടെ തല ചുരിച്ച് ദൂരെ കളയും. ഏതെങ്കിലും അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന മൃഗങ്ങളുടെ പൂച്ചക്കുഞ്ഞൊക്കെ ആണെങ്കിൽ അവർ അടിച്ച് കൊന്ന് കണ്ട് രസിച്ചു കളയും. അത്രയും റൂഡ് ആൻഡ് ഇമ്പൾസീവ്. രണ്ട് സ്ട്രേഞ്ച് തോട്ട് ആൻഡ് ഐഡിയാസ് ആസ് ഈ പാസിംഗ് സ്റ്റൂൾ ആൻഡ് യൂറിൻ സമ്മൺസ് മൗത്ത്. അവര് തന്നെ സ്റ്റൂൾ എടുത്ത് അമ്മയുടെ വായിലും വരുന്നവരുടെ വായിലും വെച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ വീട്ടിൽ അതിഥിയായെന്ന് വരുന്നവരുടെ മുതുകത്ത് വെച്ച് തേക്കും. അവരുടെ വായിലും മുഖത്ത് തന്നെ തുപ്പിക്കൊടുക്കും. മൂത്രം ഒഴിച്ചിട്ട് അത് കോരി ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള അവിടുത്തെ സോഫയിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ ഒക്കെ പുറത്ത് വെച്ച് എത്രത്തോളം അഗ്ലി ആയിട്ട് അവരുടെ തോട്ട്സ്, അതാണ് സ്ട്രേഞ്ച് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ആസ് ഈ പാസിംഗ് സ്റ്റൂൾ ആൻഡ് urine in someone mouth, ugly words coming on her mouth and see image of God and godness. ക്ലിനിക്കൽ ഞാൻ പ്രഗ്നന്റ് വുമണില് ദൈവത്തിനെയും പിശാചിനെയും കാണും. അഗ്ലി ആയിട്ടുള്ള കാര്യങ്ങള് ലൈസിന്റെ ഡ്രീംസ് പറയണതാണ്. പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകളില്. അതുപോലെ തന്നെ നമ്മൾ ഡിസീസ്ഡ് ആയിട്ട് ഒത്തിരി വേഴ്സ് ആയിട്ടുള്ള ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഫോർത്ത് സ്റ്റേജ് ഓഫ് ക്യാൻസറിലൊക്കെ ഈ സ്റ്റൂള് സ്വപ്നം കാണുവാണെങ്കിൽ, ഡ്രീംസ് കാണുവാണെങ്കിൽ, സ്റ്റൂൾ വാരിയിരിക്കുന്നു, സ്റ്റൂളിനകത്തിരിക്കുന്നു, നമ്മൾ സ്റ്റൂളിൽ കുളിച്ചു നിൽക്കുന്നു, അതുപോലുള്ള അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള ഡ്രീംസ് വരുവാണെങ്കിൽ ലൈസിനെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതായിരിക്കും. കാര്യം അവരുടെ മാനസികാവസ്ഥ അത്രയും ഡിസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കുമല്ലോ ഫോർത്ത് സ്റ്റേജ് ഓഫ് ക്യാൻസറിലൊക്കെ. ലോസ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി അടുത്ത സിംറ്റം അതാണ്. Patient thinks he is not Mr. and Mrs. and someone else who we cannot recognize. അവരാരാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഒരു നിമിഷം അമ്മയെ, അത് മാനിയാക്കൽ സ്റ്റേജിലൊക്കെയാ. അപ്പൊ മാനിയയുടെ ഏറ്റവും വലിയ മോശം സ്റ്റേജിലൊക്കെ സെൽഫ് ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു മൈൽഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെയും പേരറിഞ്ഞൂടെ. എല്ലാ അമ്മ ഭാർഗവി ആണെങ്കിൽ ശങ്കരി എന്ന് വിളിക്കുക, അച്ഛന്റെ പേര് മാറി വരിക, സഹോദരന്റെ പേര് മാറി വിളിക്കുക, അങ്ങനെ സംഭവന ചെയ്യുക. എനിക്ക് അത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിട്ടുള്ളത് കാംഫറസ് ബ്രൊമാറ്റത്തിലാണ്. പക്ഷെ അതിനെയൊക്കെ സിവിയർ ആയിട്ട് ഒരു പാരാ സ്റ്റേജിലോട്ടൊക്കെ വരിക്കുന്ന സൈക്കോസിസിലൊക്കെ വളരെ നല്ലപോലെ ഒരു ഐഡന്റിറ്റി സ്ട്രേഞ്ച് ആയിട്ട് വരുമ്പോൾ, ലോസ് ഓഫ് ഐഡന്റിറ്റി വരുമ്പം അതിൻ്റെ കൂടെ ഒരു വയലന്റ് മാനിയ ഒക്കെ ഒരു കൂട്ടം വരുന്നു. പഴയ ഹിസ്റ്ററി ഇങ്ങനെ കിട്ടുന്നു. ബ്രെയിൻ ഡിസീസ് ഉണ്ടായിരുന്നു ജനിച്ചപ്പോൾ, ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത്. മക്കോണി ഇട്ട് കഴിഞ്ഞാണ് പുറത്തു വന്നത്. അന്ന് തന്നെ ഒരു ബ്രെയിൻ കൺജഷൻ ഉണ്ടായി. അങ്ങനെയുള്ള ADHD-യിലും അങ്ങനെയുള്ള ഇംപ്രോപ്പർ ഗ്രോത്ത് ഇല്ലാതെ വരുന്ന കേസസിലൊക്കെ നമുക്ക് വളരെ ശക്തമായിട്ട് ചിന്തിക്കാവുന്ന ഒരു മെഡിസിനാണ് ലൈസിൻ. അപ്പൊ ഹൈലി ഇമ്പൾസീവ്, സ്ട്രേഞ്ച് തോട്ട്സ്, ലോസ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി, വയലന്റ് മാനിയ ഓഫ് എനിക്ക് ഡിസൈഡ് ടു ടോക്ക് ഇൻസിഡന്റിൽ അറ്റ് നൈറ്റ്. അപ്പൊ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഈ കൊച്ചു എഴുന്നേറ്റിരുന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അമ്മയെ ഉറക്കാതിരിക്കുക. അപ്പൊ ഇവരുടെ കൂടെയുള്ള, ഇവരെ വളർത്തുന്ന ബൈസ്റ്റാൻഡറെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാവുന്നതാണ്. പകല് കഴിക്കത്തില്ല, രാത്രി ഈ മെന്റൽ ഇറിറ്റേഷൻ കൂടുതലായിട്ട് വരുന്ന രാത്രി എഴുന്നേറ്റിരുന്ന് വളരെ ശക്തിയായിട്ട് ഇമ്മോറലായിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ കാണിച്ച് സംസാരിച്ച് വേറെ ആരെയും കൂട്ടിന് നമുക്ക് ഇരുത്താൻ പറ്റാത്ത വിധത്തിൽ
ഉള്ള ഒരു മാനിയാക്കൽ സ്റ്റേജ് ഈ കുട്ടി ഉണ്ടാക്കുന്നതാണ്. ലൈസോഫോബിയ, ട്രെമൻഡസ് ഫിയർ ഓഫ് ബിക്കമിങ് മാഡ്, ആങ്സൈറ്റി ആൻഡ് ഇൻസ്റ്റബിലിറ്റി ഓഫ് മൈൻഡ് അമൗണ്ടിങ് ടു ഇൻസാനിറ്റി. അപ്പൊ ഇൻസാനിറ്റിയിലോട്ട് മാറിക്കൊണ്ട് വളരെ ഫാസ്റ്റ്ലി ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ആപ്റ്റുമായിട്ടുള്ള ഒരു മെഡിസിൻ കൊടുത്തില്ലെങ്കിൽ ആ പേഷ്യന്റ് വളരെ മോശമായി പോകുന്ന സ്റ്റേജില് അലോപ്പതിയിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ അഡ്വൈസ് ചെയ്തതിന് ജസ്റ്റ് മുമ്പ് കിട്ടുന്ന കേസസിൽ പോലും ലൈസിന് ഭയങ്കര സ്കോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇഫ് ദ സിംപ്റ്റംസ് ഈസ് റെസ്പോണ്ടിങ്. പിന്നെ പ്രൊഫ്യൂസ് സലൈവേഷൻ എന്ന് വെച്ചാല് പിന്നെ മാഡായിട്ടുള്ള ഡോഗിന്റെ വായിൽ നിന്ന് വരുന്ന സ്ട്രിംഗി സലൈവ ട്രിപ്പിൾസ് അബൌട്ട് ഫ്രം കോർണർ ഓഫ് മൗത്ത് വൈൽ സ്ലീപ്പിംഗ് ഓർ ഈവൻ വൈ കോൺസ്റ്റന്റ് ഡിസൈർ ടു സ്പിറ്റ്. ഇപ്പൊ എങ്ങനെ സ്പിറ്റ് ചെയ്യുന്ന, അവർക്ക് തുപ്പാൻ തോന്നും, പക്ഷെ അടുത്തിരുന്ന ആളിന്റെ മുഖത്ത് തുപ്പിക്കളയും. വർത്തമാനം പറയുന്ന അമ്മയ്ക്ക് ഇപ്പൊ ഡോക്ടർമാരെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മുഖത്ത് തുപ്പാൻ ഉള്ള ഒരു വാസന വരും, തുപ്പും. അത്തരം കേസസ് ഡോക്ടർ ലക്ഷ്മിയുടെ വിഭാഗത്തിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ലക്ഷ്മി ലൈസിനും ടെണ്ണം കൊടുത്തിട്ട് നല്ല 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 ഒത്തിരി ക്യൂറായിട്ട് ആ പേഷ്യന്റ് ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഈവൺ ഹോമിയോപ്പതിയില് ആരും പ്രതീക്ഷിക്കാതെ വിധത്തിലുള്ള സൈക്കോ കേസസുകളിൽ നമുക്ക് ഇതുപോലുള്ള മരുന്നിന്റെ അത്ഭുതങ്ങള് നമ്മൾ കുറച്ചുകൂടെ ജാഗരൂകരായിട്ടിരുന്നാൽ നമുക്ക് പേഷ്യൻസ് കിട്ടും, ചെയ്യാൻ പറ്റും, സക്സസ് ആക്കാൻ പറ്റും. ദെൻ അതർ വെള്ളം കൊടുത്താൽ കുടിക്കത്തില്ല, കാര്യം ഡിസ്പേജിയ ഫോർ ലിക്വിഡ്സ്, അതിന്റെ വേറൊരു സിംറ്റമാ. ഇപ്പൊ ഈ സ്പാസ്റ്റിക് പാരാലിസിസ് വരുമ്പം വേറൊരു കാര്യം, ഇസോഫാഗൽ സ്പാസം ഉണ്ടായിട്ട് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, കുടിക്കുന്നതൊക്കെ ഒഴുകി പുറത്തു പോകും. ആ ഒരു കണ്ടീഷനിൽ ഇസോഫാഗസിന്റെ താഴെ നമ്മുടെ പിറ്റോ സ്റ്റൊമക്കില് ദ്വാരമായിട്ട് കുഴലിറക്കി വെള്ളം കൊടുക്കുന്ന ഒരവസ്ഥയിലൊക്കെ മെഡിസിൻ നമ്മൾ വളരെ നല്ലപോലെ കേസ് എടുത്തൊക്കെ ചെയ്യുവാണെങ്കിൽ ലൈസിൻ എഫക്റ്റീവ് ആണെങ്കിൽ ലൈസിൻ കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാവും എന്നുള്ള സത്യം. കാര്യം വിതിൻ 1 or 2 hours ആ ഒരു സ്പാസ്റ്റിക് കൺസ്ട്രക്ഷൻ മാറിയിട്ട് വെള്ളം സോൾവ് ചെയ്യാൻ പറ്റും. ഇഫ് ദ മെന്റൽ ഇറിറ്റേഷൻ ഓർ മെനിഞ്ചിയൽ ഇറിറ്റേഷൻ ഇസ് നോട്ട് ബാഡ്, ഒത്തിരി ബാഡ് ആണെങ്കിൽ 1 മാസം കഴിയുമ്പോഴേ ഇമ്പ്രൂവ് ചെയ്തു. അവിടെ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന 2-3 മരുന്ന്, ഒന്ന് ഫോസ്ഫറസ്, ഒന്ന് കോൺട്രങ്ക്, ഒന്ന് പിന്നെ ലൈസിൻ, മൂന്നാമത്തത് പെറ്റ്യൂട്രിനം, 4 പറയാം മറന്നുപോയി. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു 5-6 മെഡിസിൻ സ്പാസ്റ്റിക് കൺസ്ട്രക്ഷൻ വന്നിട്ട് ഡിസ്പേജിയ ഒമിറ്റ് ചെയ്യുന്ന ഇസോഫാഗൽ സ്റ്റെനോസിസ്, ഇസോഫാഗൽ ക്യാൻസറിൽ ഒക്കെ നമുക്ക് ഈ ലൈസിന്റെ പറ്റിയിട്ടുള്ള സ്റ്റഡി വളരെയേറെ ഗുണം ചെയ്യും. അപ്പം സലൈവേഷൻ വേണം, ഡ്രൈനസ് ഉണ്ടാകരുത്, ഡിസ്പേജിയ എസ്പെഷ്യൽ ലിക്വിഡ് ഫുഡ്സ്, ഹൈപ്പർ സെൻസിറ്റീവ് ടു എക്സ്റ്റേണൽ സൗണ്ട്, നോയ്സ് ആൻഡ് റണ്ണിങ് വാട്ടർ. ഏറ്റവും കൂടുതൽ റണ്ണിങ് വാട്ടർ എന്ന് വെച്ചാൽ നമ്മള് പൈപ്പ്, ഇപ്പൊ അമ്മ ഇവൻ തുപ്പി ആക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, കഴിക്കുന്ന മുഴുവൻ ഛർദ്ദിച്ചു വെച്ച് പോയി ടാപ്പിൽ വെള്ളം ഒഴുകിയാൽ ഭയങ്കരമായിട്ട് ചാടി കയറി വന്നിട്ട് അമ്മയുടെ മുഖത്ത് ഇടിച്ച് വലിച്ച് പറിച്ചോണ്ട് പോകുന്ന പറയുന്നത്. അങ്ങനത്തെ കേസസ് ഈ ഓട്ടിസത്തില് ഡോക്ടർ ലക്ഷ്മി കൺസൾട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലും നമുക്ക് അത്ഭുതകരമായിട്ട് ഈ ലൈസിന്റെ പരിധിയിൽ പെടുത്തിയാൽ ഗുണം കിട്ടിയതാണ്. അപ്പം നമ്മുടെ ലൈസിനുള്ള സ്റ്റഡി വീണ്ടും ഞാൻ ഒന്നും പറയാണ്, ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ. ഗ്രേറ്റ് apprehension, earliest manifestation in improvers, unusual anxiety, anticipatory fear of something terrible is going to be happened with or without any cause. അപ്പം അമ്മ അവനെ ഇട്ടേച്ച് പോയി, അല്ലെങ്കിൽ അമ്മ അത്യാവശ്യം ഏതെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ ഭയങ്കര ആശങ്ക, ആങ്സൈറ്റി ആയിരിക്കും, റെസ്റ്റ്ലെസ് ആയിരിക്കും, സംതിങ് റോങ് ആയിട്ട് സംഭവിക്കും എന്നുള്ള ആശങ്ക വരും. അത് ചിലർക്ക് ഈ പോസ്റ്റ്മോർട്ടം, പ്രസവം കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം മാനിയയിലും ഡെത്ത് ഓഫ് ലവ്ഡ് വൺ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള മാനിയാക്കൽ സ്റ്റേറ്റും സ്ലീപ്ലെസ്നെസ്സിലും ഒക്കെ ഇങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് വളരെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ ചോദിച്ച ഉത്തരം പറയാതെ ഭയങ്കര ആശങ്കയോട്ടിരിക്കുന്ന കേസസിലും ഈ സലൈവേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈസിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. എന്റെ ഏറ്റവും വിലപ്പെട്ട അഡലസൻസിലെ
മെന്റലി റിട്ടാർഡേഷനിൽ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിലെ എലിമെന്റ്സിൽ അല്ലെ എൻസെഫലോപ്പതിയുടെ ഇതിലൊക്കെ വരുന്ന ലൈസിനിൽ എൻ്റെ ഏറ്റവും വലിയ സെക്ഷൽ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ മാരീഡ് ലൈഫൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വൈറലോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിയുന്നത്. അപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വയലന്റ് ഡിസയറും ഇറക്ഷനും ആയിരിക്കും. അപ്പൊ പക്ഷെ എന്താ, നിർഭാഗ്യം കൊണ്ട് സെമൻ പോകത്തില്ല. അപ്പം വൈഫാണെങ്കിൽ മണിക്കൂർ കണക്കിന് ഇയാൾ ട്രൈ ചെയ്താലും അവർ തളർന്ന്, അതിനൊരു കേസ് പറയുന്ന അവർ ഫെയിന്റ് ചെയ്ത് വീണിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് മാനിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത വിധത്തിൽ ദ ഫങ്ഷൻ ഈസ് ഗോയിങ് ഓൺ വെൽ അണ്ടിൽ അവേഴ്സ് ആൻഡ് അവേഴ്സ്, ബിക്കോസ് ഇറക്ഷൻ വിതൗട്ട് ഇജാക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇറക്ഷൻ ഫുൾഫിൽ ചെയ്യും. ഇപ്പൊ അത്തരം കേസസിലും നമുക്ക് ലൈസൻസ് കൊടുത്ത് സക്സസ് ആയിട്ടുണ്ട്. അവർ നല്ല കോമൺ ആയിട്ടിരിക്കുന്നു. ഈ മാരീഡ് ലൈഫിൽ തന്നെ ഇറക്ഷൻ ഇജാക്കുലേഷൻ ഇല്ലാത്ത കേസിലും കുറെ 1-2 കേസിൽ സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്തപ്പം ഇൻഫെർട്ടിലിറ്റി അങ്ങനെ നന്നായിട്ടുണ്ട്. 3rd മന്ത് അബോർഷനൊക്കെ വന്ന് അത് പോയിട്ടുണ്ട്. പിന്നെ അവർ വന്നിട്ടില്ല, അതുകൊണ്ട് അതിന്റെ ഇമ്പ്രൂവ്മെന്റ്. പക്ഷെ ആ ഇറക്ഷൻ ഫെയിലുവറും സെമൻ പോകാത്ത അൺപെർഫെക്റ്റ് ഇന്റർകോഴ്സും ഒക്കെ നമുക്ക് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാം. ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ ഈ സിംറ്റം ഉണ്ടെങ്കിൽ ലൈസിൻ നല്ലപോലെ ആക്ട് ചെയ്യുക, കേസ് സക്സസ് ആവും. Then profuse and frequent urination, aggravation from hearing the sound of running water. ഇപ്പം കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പാണ് എൻ്റെ അടുത്തൊരു പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിയുടെ പ്രോസ്റ്റേറ്റ് 94 cc വലിപ്പമുള്ള റെസിഡുവൽ യൂറിൻ ഒരു 220 cc ഉള്ള ഒരാള്. PSA അദ്ദേഹത്തിന് 12 ഉള്ളൂ. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞെന്ന് അഡ്വൈസ് ചെയ്തപ്പോ എൻ്റെ അടുത്ത് വന്ന അദ്ദേഹത്തിന് ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞ കാര്യം അതാണ്. ഓപ്പൺ എയറിലാണ് ഇഷ്ടം. അത് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ വൈഫ് പഴയ ടീച്ചറാ. അപ്പൊ അവർക്ക് ഭയങ്കര നാണമാണ്. കാര്യം അവിടെ 3 പെൺമക്കളുണ്ട്, സർവൻസ് ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ഓപ്പൺ ആയിട്ട് പോയി സ്ഥിരം പറയും, ഈ മനുഷ്യനെന്ന് അവര് സംബോധന ചെയ്തത്. എന്റെ അടുത്ത് വന്നപ്പോ ഈ മനുഷ്യൻ എന്റെ ഡോക്ടറെ പുറത്ത് പറയാൻ കൊള്ളത്തില്ല, ഇങ്ങനെയാണ്. അപ്പൊ റിട്ടൻഷൻ ഓഫ് യൂറിൻ ഉണ്ട് പുള്ളിക്ക്. പുറത്ത് നിന്നാൽ മാത്രമേ കുറച്ച് പോകത്തുള്ളൂ. അപ്പൊ ഈവൻ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ പോലും പുള്ളി പെനീസിന്റെ അറ്റത്ത് പിടിക്കും, യൂറിൻ പോകാതിരിക്കണം. യൂറിൻ പോകത്തില്ല പുള്ളിക്ക്. അപ്പൊ കാര്യം എന്താ ചോദിച്ച് തിരക്കി വന്നപ്പം അദ്ദേഹം പറഞ്ഞു, വെള്ളത്തിന്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അപ്പൊ യൂറിൻ പോകും. ഇപ്പൊ നമ്മള് സ്റ്റൂള് കഴുകാൻ വേണ്ടി വെള്ളം എടുത്താലും വേറെ ആരെങ്കിലും പുറത്തു നിന്ന് വെള്ളത്തിന്റെ ഒച്ച ഇട്ടാലും ടാപ്പ് തുറന്നാലും ഉടനെ അദ്ദേഹത്തിന് യൂറിൻ അൺനോട്ടീസ്ഡ് ആയിട്ട് യൂറിൻ പോകുന്നതാണ്. ഞാനതിന് ലൈസൻസ് കൊടുത്തു, ലൈസൻസ് 1. 2nd 3rd ഡോസില് പേഷ്യന്റ് ക്യൂറായി. 3 മാസം കഴിഞ്ഞപ്പോ അതിനൂടെ കാർബോനിമൽസ് കൂടെ ഞാൻ കൊടുത്ത്. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോ 52 പ്രോസ്റ്റേറ്റ് PSA ഇൻക്രീസ് ചെയ്തില്ല, 8 ആയിട്ട് കുറഞ്ഞ് പ്രോബ്ലം സോൾവ് ചെയ്ത് അദ്ദേഹം നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് കുറച്ചാളൂടെ മരുന്ന് കഴിഞ്ഞിട്ട് പോയി. അപ്പൊ ആ സിംറ്റം വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ട സിംറ്റമാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? വെള്ളം ഒഴിച്ചാലേ യൂറിൻ പോകത്തുള്ളൂ. എനിക്ക് അത്തരം കേസ് കിട്ടാറുണ്ട്. പ്രോസ്റ്റേറ്റില് യൂറിൻ പോകണമെന്ന് തോന്നിയാൽ ബാത്റൂമിൽ കയറിയിട്ട് വെള്ളം ഒഴിക്കും. കേട്ടിരിക്കുന്ന ആരെങ്കിലും ഡോക്ടർമാരൊരു ഉത്തരം പറഞ്ഞേ, അനുഭവങ്ങള്. First pour the water to the urethra to pass the urine. മാമിലിസ് പറഞ്ഞിരിക്കുക ഒത്തിരി നന്മ കിട്ടിയിട്ടുള്ള ഒരു മെഡിസിൻ. ഒത്തിരി കേസ് സക്സസ് ആയിട്ടുണ്ട്. മാമിലിസ് 200 ആമ്പിൾ കൊടുക്കുന്നത്. ഇത് തിരിച്ച ലൈസനും. ദെൻ ഇൻട്രാക്റ്റബിൾ ഇൻസോമാനിയ, പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഇൻസോമാനിയ. അതിന്റെ കൂടെ എന്തായാലും മാൻഡനി ഹെഡേക്ക, കരഞ്ഞ് പിടിച്ച് അടിച്ച് പൊള്ളിച്ച് സഹിക്കവയ്യാത്ത ഭ്രാന്ത് പിടിക്കുന്ന
സൈസിലുള്ള തലവേദന. അപ്പൊ ന്യൂറോജനിക് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് കുറയാതെ വരുന്ന അൺഡയഗ്നോസ്ഡ് കേസിലുള്ള മൈഗ്രെയിൻ എന്ന ഓമന പേരിൽ വിളിക്കുന്ന ഏത് കൺജസ്റ്റീവ് ഹെഡേക്കിലും നമുക്ക് ലൈസിൻ സലൈവേഷൻ ഉണ്ടെങ്കിൽ, സൗണ്ട് കേട്ടാൽ തലവേദന കൂടുന്നുണ്ടെങ്കിൽ ലൈസിൻ കൊടുക്കാൻ മറക്കരുത്. ദെൻ വാട്ട് വേരിക്കോസ് വെയിനില് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഫിസ്റ്റുലയില്, സൈനസില്, അൺഹീലിംഗ് അൾസറില് എല്ലാം ഈ സലൈവേഷൻ, ഹൈലി സെൻസിറ്റിവിറ്റി ടു പെയിൻ ആൻഡ് സൗണ്ട് വിത്ത് ഹിസ്റ്ററി ഓഫ് എനി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ലൈസിൻ, ഏതെങ്കിലും ബ്രെയിൻ ഇറിറ്റേഷൻ, childhood or adulthood, any accident from brain irritation with sensitivity to sound and this aversion to അല്ലെങ്കിൽ sensitive to water. ആ 2-3 സിംറ്റംസ് വെള്ളത്തിൽ കഴുകിപ്പോയാൽ ഭയങ്കര വേദനയായിരിക്കും, വെള്ളം തൊടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഡയബറ്റിക് ആങ്കറിൽ, ഡ്രൈ ആങ്കറിലൊക്കെ വെറ്റ് ആയിട്ടുള്ള സാധനം വെക്കുമ്പോ അഗ്രവേറ്റ് ചെയ്ത് പറഞ്ഞാൽ ലൈസിൻ നമുക്ക് ചിന്തിക്കാവുന്നതാണ് കേട്ടോ, ബാക്കിയും കൂടെ പൊക്കമെന്നുണ്ടെങ്കിൽ. പിന്നെ ചേഞ്ചബിലിറ്റി ഓഫ് പൾസാറിലയുടെ ചേഞ്ചബിലിറ്റി ആ സിംറ്റംസിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ സിംറ്റംസിൽ. ദെൻ ഡിലൈഡ് ഹീലിംഗ് ഓഫ് പൾസർ, അത് ഏത് ടൈപ്പ് പൾസർ? ലുക്കിംഗ് അറ്റ് മിറർ, അഗ്രവേഷൻ, തലവേദന, കണ്ണാടിയെ നോക്കുമ്പോൾ തന്റെ തനി സ്വരൂപം കാണുമ്പോൾ തന്നോട് തന്നെ വെറുപ്പോ അഗ്രവേഷനും സിംറ്റംസും അഗ്രവേറ്റ് ചെയ്യുന്ന ഒരു റെയർ പെക്യൂലിയർ സിംറ്റം ഈ ലൈസിന് ഉണ്ട്. പിന്നെ തേഷ്ടില്ല, പൾസാറ്റിലെ പോലെ തേഷ്ടില്ല, വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ല, വെള്ളം കണ്ടാൽ പോലും ദോഷമാണ്. പിന്നെ നിർബന്ധിച്ച് കുടിക്കാന്ന് വെച്ചാൽ സ്പാസം കൊണ്ട് ഇറങ്ങത്തുമില്ല. അപ്പൊ പൾസാറ്റിലയുടെ ചേഞ്ചബിലിറ്റി, പൾസാറ്റിലയുടെ തേഷ്ട്, പൾസാറ്റിലയുടെ തോട്ട്സ്, പൾസാറ്റിലയുടെ സെക്സ്, ഇത്ര ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പിന്നെ പരാലിസിസില് സെൻസറി അല്ല, അപ്പർ മോട്ടോർ ന്യൂറോ ടൈപ്പ് ഓഫ് പരാലിസിസ് ആയിരിക്കും. എനി പരാലിസിസ് വിത്ത് സ്പാസ്റ്റിക് കൺസ്ട്രക്ഷൻ, സ്പാസ്റ്റിക് പരാലിസിസ് എവിടെയുണ്ടോ അവിടെ അൺക്വസ്റ്റൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ലൈസിൻ. Then any convulsion after this type of any brain disease, ailment from brain inflammation, contusion, atrophy, or vascular necrosis, any tumor operation history, convulsion വന്നാല്, salivation during convulsion with sensitivity to sound and jerking, ലൈസിൻ നല്ലൊരു മെഡിസിൻ. പിന്നെ ക്രോണിക് സൈനസൈറ്റിസ് വിത്ത് എക്സോൾട്ടഡ് സെൻസ് ഓഫ് സ്മെൽ, നമുക്ക് വളരെ സക്സസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് സ്നീസിങ് ഫ്രം ഓർഡർ. ഇപ്പൊ സൈനസൈറ്റിസിൽ സ്നീസിങ് ഫ്രം ഓർഡർ ഉണ്ടെങ്കിൽ, സ്മെൽ ലോസ് ഉണ്ടെങ്കിൽ, അക്യൂട്ട്നെസ് ഓഫ് സ്മെൽ ഉണ്ടെങ്കിൽ ലൈസിൻ നമ്മൾ മറക്കരുത്, ലൈസിൻ കൊടുക്കാൻ മറക്കരുത്. എസ്പെഷ്യലി സ്മെൽ ഓഫ് ടുബാക്കോ, ടുബാക്കോയുടെ ഒരു ഡിസൈഡഡ് അവേർഷൻ. ഇപ്പൊ ടുബാക്കോ സ്മോക്ക് ചെയ്യുന്ന, ച്യൂ ചെയ്യുന്ന ഹസ്ബൻഡിനോടാണെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പട്ടി വേറൊരു പട്ടി വീട്ടിൽ കയറുമ്പോൾ കാണിക്കുന്ന ബഹളം മുഴുവൻ കാണിക്കുമെന്ന് വർണ്ണിച്ചിരിക്കുന്നു. ആ കഥ ഓർത്തിരുന്നാൽ മതി, അപ്പൊ ലൈസിനെ പറ്റി പഠിക്കാൻ പറ്റും. അത്രയും ഈ ടുബാക്കോയുടെ അവേർഷനും ടുബാക്കോയുടെ സ്മെല്ലിനോട് സെൻസിറ്റീവ്നെസ്സും ഉള്ള ഒരു മെഡിസിനാണ്. with extraordinary desire for salt. Salt craving, tobacco decided aversion, smell, exalted mental agitations ഉണ്ടാക്കും. Then persistent vertigo. എന്നോട് മെഡിക്കൽ ഓഫീസർമാരുടെ PSC എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ജോർജ് സാറായിരുന്നു PSC മെമ്പർ. എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, പെർസിസ്റ്റന്റ് vertigo due to after the meningitis infection. ഒരൊറ്റ മെഡിസിനേ ഉള്ളൂ
അതാണ് ലൈസ്. പെർസിസ്റ്റന്റ് വെർട്ടിഗോ ആൻഡ് അറ്റാക്സിയ എസ്പെഷ്യലോ സെറിബ്രൽ ഒറിജിൻ. ഇന്റൻസ് ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ വിതൗട്ട് എനി ഓർഗാനിക് പ്രോസസ്. നമ്മുടെ എഗ്നേഷ്യ, മോസ്കസ്, സംബൂല്, ലൈസിൻ. വീട്ടിലുള്ള ഇതുപോലുള്ള കഥകള്, പ്രീവിയസ് ഹിസ്റ്ററീസ് ഓഫ് മെനിഞ്ചൽ ഡിസീസസ്, എനി ഓർഗാനിക് കൺജനിറ്റൽ ഡിസീസിന്റെ ആഫ്റ്റർവേഴ്സ് ആയിട്ടുള്ള ബോഡി സ്റ്റാറ്റസ് ഉള്ളവരിലൊക്കെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇന്റൻസ് സഫോക്കേഷൻ വിതൗട്ട് എനി കോസ്. 4 മരുന്നിലെ ഒരു പ്രധാന മരുന്നാണ് ലൈസിൻ. വേറെ നമുക്ക് ഒരു ക്രോണിക് എക്സിമയിൽ അവരുടെ മെൻസസ് സപ്രസ് ആയിപ്പോയി. അപ്പം മെൻസസ് സപ്രഷൻ വന്ന് 5-6 കൊല്ലം ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഒരു IAS ട്രെയിനിങ്ങിന് വരെ പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ്. അത് PSC എക്കണോമിക്സ് ഒക്കെ എടുത്ത് പഠിച്ച് നല്ല രീതിയിൽ പോയതാണ്. അപ്പൊ അവരുടെ കാലിലൊരു എക്സിമ വന്നു, അലോപ്പതി മരുന്ന് ചെയ്തു. എക്സിമ കുറെ ഡ്രൈപ്പായ ഒരു ബ്ലാക്കിഷ് പാട് മാത്രം റിമെയിൻ ചെയ്തു. പക്ഷെ അവരുടെ മെൻസസ് നിന്നു. അപ്പൊ മെൻസസ് നിന്നു. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പഴിഞ്ഞ് അട്രോഫിഡ് യൂട്രസ് ആണ് മോളെ, കല്യാണമൊക്കെ ഇനിയിപ്പോ ചിന്തിച്ചിട്ട് കാര്യമില്ല, യൂട്രസും ഓവറിയൊക്കെ അട്രോഫീഡ് ആയിട്ട് പോയി. മോള് മിടുക്കിയായ ഒരു കളക്ടറായിട്ടൊക്കെ അങ്ങനെ പോവാതിനെപ്പറ്റി ചിന്തിക്കേണ്ട, അതിനു വേണ്ടിയിട്ട് ഇനി ചികിത്സയ്ക്കും പോകേണ്ട കാര്യം, റിപ്പീറ്റഡ് ആയുള്ള PV ഒക്കെ വരും, അതുകൊണ്ട് പ്രയോജനം ഇല്ലെന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രായമൊക്കെ ഉള്ള മെച്ചുറായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ സ്റ്റാറ്റസിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞ് അവരുടെ കേസ് ഷീറ്റില് അട്രോഫീഡ് എന്നിട്ട് 3 പ്ലസ് ഇട്ടിട്ട് യൂട്രസ് വെച്ച് അമിനോറിയ, ക്രോണിക് പ്രൊലോങ്ഡ് അമിനോറിയ എന്ന് എഴുതിയതാ. ആ കേസസിൽ നമ്മള് എൻ്റെ അടുത്ത് വന്നതാ. അപ്പം IAS കിട്ടിയില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഹമായിട്ടുള്ളൊരു നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ അതിന് സപ്രഷൻ ഓഫ് എക്സിമ കോസ് അമിനോറിയ, നമ്മുടെ തെറാപ്പറ്റിക്സിൽ ഒരേ ഒരു മെഡിസിനാണ് മഗാനോഅസറ്റികം. മഗാനോഅസറ്റികത്തിനകത്താണ് ക്രോണിക് എക്സിമ സപ്രഷൻ വരുമ്പോൾ ഓൾട്ടർനേറ്റ് വിത്ത് അമിനോറിയ. ഞാൻ മഗാനോഅസറ്റികം 03 സെനോഷ്യ വാറസും കൊടുത്തു. 6 മാസം വളരെ ധൈര്യത്തോടു കൂടി ഒരു ഓഫർ പോലെ ചെയ്തു. കാര്യം ആ കുട്ടിക്ക് അതിനുശേഷം കുറച്ച് ഇറിറ്റേഷൻ ബ്രസ്റ്റ് വന്നു. അതുവരെ ഉണ്ടാകാതിരുന്ന വിധത്തിലൊരു സ്ലൈറ്റ് എൻലാർജ്മെന്റ് ബ്രസ്റ്റിക്ക് ഉണ്ട്. അതൊരു തെറാപ്പറ്റിക്സ് ഒരു പുസ്തകത്തിലും നമുക്കുള്ളതല്ല, പക്ഷെ അതൊരു പോസിറ്റീവായിട്ട് എടുത്തു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഡിസയറാ ഡോക്ടർ, MBക്ക് ഭയങ്കര ഡിസയർ. ഞാൻ പറഞ്ഞു പ്രാക്ടീസ്, അതിനകത്ത് അത് സിന്നാണ്. ഞാൻ പറഞ്ഞു സിന്നൊന്നും അല്ല, ഡോക്ടർ പറഞ്ഞ് സമ്മതിച്ചിട്ടല്ലേ യുഹാന്ന്. അത് അങ്ങനെ പോയി 11 മാസമായപ്പോ അതിന് മെൻസസ് കിട്ടി. അപ്പൊ ആ മെൻസസ് കഴിഞ്ഞു. നമ്മളുടെ സെനേഷ്യോറസും മഗാനോഅസറ്റിക്കും അന്ന് 1 ഒരായി, 06 ആയി, 30 ആയി, 200 ആയി, 1 ആയി, എല്ലാ റെഗുലർ പീരീഡ്സ് ആയി, ഡിസ്ചാർജസ് 4 days ആയി, ഒരു ഫെമിനൈൻ ഗ്രോത്ത് ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അതിന് നല്ല ഒരു ഹോമിയോ ഡോക്ടർ തന്നെ കല്യാണം കഴിച്ച് തൃശ്ശൂരിന്ന്. പീരീഡ്സ് ഒക്കെ നോർമലായി. അവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വന്നു. പിന്നെ അവർക്ക് ഇൻഫെർട്ടിലിറ്റിയാണ്. കാര്യം മെച്ചൂരിറ്റി ഓഫ് ഓവറി ഉണ്ടായില്ല. നോക്കിയപ്പോൾ അനോവുലേറ്ററി ഫേസ് ആണ് എല്ലാം ഉണ്ടാകുന്നത്. എൻ്റെ മോള് തൃശ്ശൂർ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അവിടെയൊക്കെ പോകാൻ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ അനോവുലേറ്ററി ഫേസ് ആണ്. അത് ഭാവിയിൽ ചിലപ്പോൾ ഓവുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യൽ വരും എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ഞാനപ്പോൾ അതിന് എൻ്റെ ചിന്തയിൽ പോയത് ഇങ്ങനെ ഒരു ക്രോണിക് ഡിസീസിന്റെ സപ്രഷൻ കൊണ്ട് ഉണ്ടായ ഇൻഫെർട്ടിലിറ്റി. അവസാനം അപ്പോൾ കുറെ കൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്രേവിംഗ് ഫോർ സെക്സ് ഒക്കെ ആ കുട്ടിയിലുണ്ട്. വളരെ ഹൈജീനിക് ആണ്, വേറെ പ്രേമം കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ കൊടുത്ത ലൈസിനും വണ്ണമാണ്.
പക്ഷേ ഫെർട്ടൈലായി ഒരു 5 മാസം കൂടെ കഴിഞ്ഞപ്പം ഗർഭിണിയായി. എൻ്റെ മോള് തന്നെയാണ് തൃശ്ശൂര് സൈമറിൽ പ്രസവം എടുത്ത് നല്ലൊരു കുട്ടി ജനിച്ചു. അപ്പൊ ആ കേസ് ഷീറ്റിലൊക്കെ ഹോമിയോ ഡോക്ടറുടെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജ് ആണെന്ന് കേസ് റെക്കോർഡിൽ പോലും എഴുതി വെച്ചു. അപ്പൊ ലൈസൻ കണ്ടുപിടിച്ച വഴി അതിന്റെ ബേസ് ഒക്കെ നമുക്ക് ഒത്തിരി നന്മ കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് ലൈസൻ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് പ്രൊലാപ്സ് ഓഫ് യൂട്രസ്. യൂട്രസിൽ ഏജ്ഡ് അല്ലാത്തവരിൽ നിന്ന് പ്രൊലാപ്സ്, റിക്കറന്റ് ആയിട്ടുള്ള ഡെലിവറിയിൽ പഴയ മാനിപ്പുലേഷൻസ്, വജൽ ഡെലിവറി ഒക്കെ കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നത് വേറെ പെസറി ആപ്ലിക്കേഷനൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പെസറി ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലുള്ള കാർഡിയാക് ഫെയിലുവറിലൊക്കെ, അല്ലെങ്കിൽ കൺജസ്റ്റീവ് ആയിട്ടുള്ള വേറെ ഡിസീസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ക്രോണിക് കൺസ്ട്രിക്റ്റഡ് പെൽവിസ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള എന്തെങ്കിലും പതോളജി ബേസ് ആയിട്ടുള്ളവരില് ലോങ് ലാസ്റ്റിംഗ് prolapse of uterus, rectum and any organ prolapse, unwanted or wanted, or with any pathology or without pathology, ലൈസൻ ചിന്തിക്കാവുന്ന പറയും. പിന്നെന്താ, ഡിസൈർ ടു ലൈവ് ഇൻ ഹണ്ടിൽഡ് പൊസിഷൻ. ഇവിടെ ഒരു പ്രത്യേകതയാണ്, ചുരുണ്ട് കൂടി ഒരുവിധം വലിയ ഫിഗറുള്ള ബോഡിയുള്ളവരായിരിക്കും, അവർ ചുരുണ്ട് കൂടിയേ കിടക്കത്തുള്ളൂ. എത്ര പറഞ്ഞാലും ഇവൾ അങ്ങനെ കിടക്കത്തുള്ളൂ നമ്മ പരാതി പറയും. അപ്പൊ ആ പൊസിഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് ചോദിച്ചു വരുമ്പം ഈ മെഡിസിന്റെ ഏതെങ്കിലും ഗുളികയിലോട്ട് ഇടിച്ചു കയറാൻ പറ്റും. ദെൻ അക്വയർഡ് ഡെഫ്നെസ് ആൻഡ് ഡംബിനെസ്, ലോങ് ലാസ്റ്റ് എസ്പെഷ്യലി ടു ഓർഗാനിക് ഡിസ് ഓഫ് ദി ബ്രെയിൻ. ഇപ്പൊ ഓർഗാനിക് ഡിസീസ് ഉണ്ടായിട്ട് ഡപ്പും ഡമ്പുമായിട്ട് ആയിപ്പോകുന്ന നമ്മുടെ അസറ്റാലിഡിയത്തിലെ അട്രോഫി ഓഫ് വിഷൻ, റെറ്റിനൽ ഡിസ്ട്രോഫി ഒക്കെ വരുന്നത് പോലുള്ള ഒരു കഥ ഉണ്ടെങ്കിൽ ലൈസൻ ട്രൈ ചെയ്യാവുന്നു. ഒരു നമ്മുടെ റേഡിയം ബ്രോമൈഡും ബെല്ലീസ് ബെർണീസിലും ഒക്കെ കാണുന്നത് പോലെ 3-4 ഡെലിവറിയുടെ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഇതൊക്കെ ഉള്ള ഒരു മാനിപ്പുലേഷനിൽ ഇൻട്രാബ്ഡോമിനൽ റീജിയനിൽ വന്നിട്ടുള്ള ആളുകളിലുള്ള എക്സ്ട്രാ ഓർഡിനറി സോർനെസ്, വയറ് തൊടാൻ പറ്റത്തില്ല, അപ്പൊ അതുകൊണ്ട് വസ്ത്രം അവർക്ക് മുറുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിൽ പെൻഡുലസ് അബ്ഡോമൻ വേണമെന്നൊന്നുമില്ല. അപ്പൊ ഒരു ക്രോണിക് സോർനെസ് ഓഫ് ദി അബ്ഡോമിനൽ മസ്കുലേച്ചർ, ഒരു മെഡിസിൻ ബെല്ലീസ് ബെർണീസ് 2 ആർണിക്ക 3 ലൈസൻ. അപ്പൊ അതിനകത്ത് നമുക്ക് അതൊരു ഷോർട്ടാക്കി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു സിംറ്റം ഇതിന് ഫലവത്തായിട്ടുണ്ട്. പിന്നെ മെർസോളിന്റെ, പിന്നെ സബ്ജക്റ്റ് ട്രെംബ്ലിംഗ് ഓഫ് ഓൾ ഓവർ ദ ബോഡി, എത്രയാകുമ്പോൾ സമയം ട്രെംബ്ലിംഗ് ഓൾ ബോഡിയിൽ ട്രെംബ്ലിംഗ് വരും. ലൈസിൻ, മെർസോള്, ജൽസീമിയം, ലോനാന്തസ്ലിനിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഡിസിൻ, റയർ മെഡിസിൻ കൊണ്ട് കൂട്ടത്തിൽ നമുക്ക് ഈ നെർവസ്നെസിന്റെ കൂടെ ട്രെംബ്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈസൻ ചിന്തിക്കാം. ദെൻ അനീമിയ ഇൻ കോൺസിക്വൻസ് ഓഫ് ഡിസ്റ്റർബ്ഡ് സെക്സ്വൽ ഫങ്ഷൻസ്, അബ്നോർമലായിട്ടുള്ള ക്രേവിങ്ങിന്റെ എലിമെന്റ്സ് ആയിട്ട് അനീമിയ വന്നാൽ കൊടുക്കാം. ഈ സ്പാസ്റ്റിക് പാരാലിസിസ് ഉള്ള റെക്ടൽ ക്യാൻസറിലോ അല്ലെങ്കിൽ പാരാലിസിസിലോ വരുന്ന കോൺസ്റ്റിപ്പേഷനിലും ലൈസിൻ നല്ലതാണ്. അവർക്ക് തുടച്ചു കളയാനേ പറ്റത്തുള്ളൂ, സ്റ്റൂള് കഴുകാൻ പറ്റത്തില്ല. ആ ഒരു സിംറ്റമാണ് നമുക്ക് ഇതിനകത്ത് വളരെ ശക്തമായിട്ട് എടുക്കാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ 32 മെയിൻ സിംറ്റംസ്. അപ്പൊ ഒരു പോളിക്രസ്റ്റിനേക്കാൾ കൂടുതൽ വിലപ്പെട്ട റയർ പെക്യൂലിയർ ആയിട്ടുള്ള നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യാവുന്ന സിംറ്റംസുകളുടെ ഒരു വലിയ സമാഹാരമാണ് ലൈസിൻ. അതുകൊണ്ട് ലൈസിനെ പറ്റിയിട്ട് അറിവില്ലാതെ ഒരു ഹോമിയോ ഡോക്ടറും ഈ ജന്മം തീർക്കരുതെന്നുള്ള റിക്വസ്റ്റോടുകൂടി
ഞാൻ ലൈസിനെ പറ്റിയിട്ടുള്ള ഈ ചെറിയ ഷോർട്ട് വർണ്ണന നിർത്തുകയാണ്. എനിത്തിങ് യു ആർ എനി ഡൗട്ട് സോ ഫാർ യു ക്യാൻ ആസ്ക്. ഓക്കെ പീതാംബരൻ ഡോക്ടർ, ഓക്കെ പീതാംബരൻ സാറേ, ഡോക്ടറെ വിളിക്കാം സാറേ. ഓക്കെ, വളരെ ആ, സന്തോഷം സാറേ. എല്ലാ പ്രാവശ്യത്തെയും പോലെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ലൈസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എന്താണ് പേപ്പട്ടി കടിച്ചാലോ അല്ലെങ്കിൽ അതുപോലെ പിന്നെ അപൂർവ ചില ഇൻഡിക്കേഷൻസ് ഒക്കെ മാത്രമാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് ഓർക്കുന്നത് ലൈസിൻ എന്ന് പറയുമ്പോൾ. സാറ് ലൈസിന്റെ വിശാലമായ ഒരു ലോകം തന്നെ നമുക്ക് തുറന്ന് കാണിച്ചു. ഒരുപാട് എന്തെല്ലാം സാധ്യതകളാണ്, ഒത്തിരി ഒത്തിരി സാധ്യതകളാണ്. എല്ലാരെയും ഒന്ന് ആ ലോകത്ത് അവലോകനം, ആ ലൈസിന്റെ ലോകത്തിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോയി. ഒത്തിരി വിശാലമായ കാര്യങ്ങളാണ് ലൈസിനിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും വളരെ ഉപകാരം ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ചെറിയ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് റെഡിയായിരിക്കുക സാറിനോട് സംശയങ്ങൾ ചോദിക്കാൻ. നമ്മുടെ സെപ്റ്റംബർ 28-ന് IFPHന്റെ 5 ഇയർ സെലിബ്രേഷൻ താജ് വിവാന്ത കൊച്ചിയിൽ വെച്ച് നടത്തുന്നു. 3000 രൂപയാണ് ഡെലിഗേറ്റ് ഫീ. ആ ഡെലിഗേറ്റ് ഫീ അടച്ച് നിങ്ങൾ എത്രയും വേഗത്തിൽ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാനായി തയ്യാറാവുക. എല്ലാവരും അവിടെ എത്തണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ചർച്ചയിലേക്ക് പോകാം. എന്തെങ്കിലും സാറിനോട് സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനുള്ള അഭിപ്രായങ്ങളോ പറയേണ്ടവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. പീതാംബരൻ ഡോക്ടറെ കൈ പൊക്കുന്നുണ്ട്. സാറിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഡോക്ടർ സംസാരിച്ചോളൂ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ. സാർ പറഞ്ഞോളൂ. ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യടേ. ചെയ്യാൻ പറ്റുന്നില്ലേ? ആ താഴെ ചുവപ്പ് സിമ്പലിലൊന്ന് ഞെക്കിയാൽ മതി സാറേ. കേൾക്കുന്നില്ല. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ചോദിച്ചോളൂ. സാറേ, ഇത് ഈ പ്രൊഫ്യൂസ് അലൈവേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ വാട്ടറിനോട് പേടിയില്ലാതെ ബാക്കിയുള്ള സിംറ്റംസിലൊക്കെ ആണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും പറ്റും സാറേ. നമ്മളിപ്പോ അതിന്റെ കാര്യമല്ല, ഈ 32 സിംറ്റംസ് ഉള്ള ഒരു കാര്യത്തില് നമ്മൾ ബേസിക്കലി ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഓതേഴ്സും വടക്കേ ഇന്ത്യയിലെ കൽക്കട്ടയിലെ ബാനർജി ഗ്രൂപ്പും രാജൻ ശങ്കരൻ സാറും ഒക്കെ പറയുന്നത് അതിന്റെ ഫണ്ടമെന്റൽസ് ആണ്, അതിന്റെ എയിൽമെന്റ്സ് ഫ്രം എന്ത് കഴിഞ്ഞിട്ട് ഇതുണ്ടായി. അപ്പൊ ലൈസിൻ പേപ്പട്ടി വിഷത്തിൽ നിന്ന് എടുക്കുന്ന മരുന്നാണെങ്കിൽ ലൈസിന്റെ ആക്ഷൻ നമ്മുടെ നെഗറ്റീവ് ബോഡീസ് ബ്രെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. അത് ബ്രെയിൻ സ്റ്റെമ്മിലാണ് ആക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. അപ്പം നമ്മുടെ തലച്ചോറിന്റെ നിലനിൽപ്പ് തന്നെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഒരു ബേസിക് സ്റ്റാൻഡിലാണ്, നമ്മുടെ കാല് പോലെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതിനെ ബാധിക്കുന്ന ഏതെങ്കിലും അസുഖത്തിന്റെ ഇഞ്ചുറിയോ അപകടമോ വൈറലോ ബാക്ടീരിയ ഏതെങ്കിലും, ഇല്ലെങ്കിൽ ജനറ്റിക്സ് ആയിട്ടുള്ളതോ ജന്മം കൊണ്ടുണ്ടായതോ ജന്മാസമൃതം കൊണ്ടായിട്ടുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ തുപ്പലൊന്നും വേണമെന്നില്ല ലൈസിന്. ഓക്കെ, ഒരു ചോദ്യം. നമ്മള് അല്ല ബേസിക് ക്രോണിക് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് സാർ ബ്രെയിൻ അഫക്ട് ചെയ്യുന്ന രോഗങ്ങളിൽ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ അക്യൂട്ട് ഈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് വന്നിട്ടുണ്ടല്ലോ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വരണം. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള പാരാലിസിസ്, അതിന് കൺജസ്റ്റീവ് മാൻഡേറ്റിംഗ് ഹെഡേക്ക്, സിവിയർ ഹെഡേക്ക്, ഇല്ലെങ്കിൽ സ്പാസ്റ്റിക് ആയിട്ടുള്ള പാരാലിസിസ്. ഇപ്പൊ ടങ്ങിന് മാത്രം സംസാരശേഷി പറയാം, കാല് കഴപ്പ് വന്നിട്ട് കാലിന്റെ എഫിക്കസി പോവാം, ഇമ്പോർട്ടൻസ് വരാം, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള സെക്ഷൽ ഇറിറ്റേഷൻ വരാം. ഇതെല്ലാം ഈ ബ്രെയിൻ ഡിസീസിന്റെ എയിൽമെന്റ്സോ ബ്രെയിൻ ഡിസീസിന് ട്രീറ്റ് ചെയ്തിട്ടുള്ള മരുന്നിന്റെ സപ്രഷനോ കൊണ്ടാണോ അല്ലെങ്കിൽ ഓവർ സ്റ്റിറോയിഡ് യൂസ് കൊണ്ടാണോ? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ തൈറോയിഡിനെന്ന് പറയുന്ന സാധനം തൈറോയിഡ് ഡിസ്ഫങ്ഷനിലുള്ളവരിലാണ് തൈറോയിഡിനും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയല്ല. തൈറോയിഡിനെന്ന് പറയുന്ന മരുന്ന് ജീവിതത്തിന്റെ ഓരോ ഘടകങ്ങളിലും, എസ്പെഷ്യലി ഫീമെയിൽസില് ജനിച്ചിട്ട് പാലൂട്ടി കഴിയുമ്പോൾ ഫസ്റ്റ് മിനാർക്കെ ഓൺവേഴ്സ്, മെൻസസിന്റെ ഒരു മെനോപാസൽ സ്റ്റേജിൽ എനിത്തിങ് വിച്ച് ഹാപ്പൻ ടു ബി പ്രിവെന്റ് ദ റിക്കറന്റ് കമ്മിങ് ഓഫ് മെൻസസ്, അങ്ങനെയുള്ള ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓവറി ഓപ്പറേഷന് ശേഷം
ഇതെല്ലാം ഈ തൈറോയിഡിനകത്ത് വരുന്ന തെറാപ്പറ്റിക്സ് ഇൻഡെക്സ്. അത്രയും വൈഡ് റേഞ്ച് ഓഫ് ആക്ഷനാണ് തൈറോയിഡിനകത്തുള്ളത്. ഇപ്പൊ നമ്മള് ഹൈപ്പോതൈറോയിഡിസിന് മാത്രം തൈറോയിഡിന് 3x കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. അതല്ല. അതുപോലെ തന്നെ ലൈസിന്റെ സ്കോപ്പ് എയിൽമെന്റ്സ് ആഫ്റ്റർ, അത് വന്നു കഴിഞ്ഞിട്ട് വരുന്ന കുഴപ്പങ്ങൾ. സാർ അത് പറഞ്ഞപ്പോ ഒരു സംശയം, ഈ എയിൽമെന്റ്സ് ഫ്രമേ പറ്റുള്ളൂ, അത് ഡ്യൂറിംഗിൽ പറ്റൂ മെനിഞ്ചൈറ്റിസോ? അല്ല, ഡ്യൂറിംഗിൽ അല്ലെങ്കിൽ ഈ സിംറ്റംസ് ഒരു 3-4 സിംറ്റംസ് എങ്കിലും പ്രിഡോമിനേറ്റ് ചെയ്യണം. അത് സാധാരണഗതിയിൽ കിട്ടാൻ പാടാം. കാര്യം ആ സാധാരണഗതിയിൽ ഒരു മെനിഞ്ചൈറ്റിസിന്റെ സിവിയർ സ്റ്റേജിലൊന്നും ഹോമിയോ ഡോക്ടർക്ക് പേഷ്യന്റിന് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, ചിലപ്പോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാൻ പറയാം അസറ്റാലിറ്റിയും പഠിപ്പിച്ചൊക്കെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നമ്മളൊന്ന് കണ്ടിട്ട് പോകുമ്പോൾ നമ്മളിത് മനസ്സിലാക്കി 2 തുള്ളി കൊടുത്തിട്ട് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ വിട്ടാൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് മെഡിക്കൽ സെന്ററിൽ ചെല്ലുമ്പോൾ അവൻ ഓക്കെ ആവും. അവരോട് പറയും യു ഗെറ്റ് ബെറ്റർ ട്രീറ്റ്മെന്റ് ഫ്രം എനിവെയർ എൽസ്. അത് നമുക്ക് വലിയൊരു ക്രെഡിറ്റാ. അപ്പൊ പക്ഷെ നമ്മൾ കിട്ടത്തില്ലെന്ന് ഓർത്ത് പഠിക്കരുത്, കിട്ടണം. ഇപ്പം അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പം ഈ വയലന്റ് മാനിയ, ഇറിറ്റബിലിറ്റി ടു സൗണ്ട്, സലൈവേഷൻ, കൺജസ്റ്റീവ് ഹെഡേക്ക്, അൺബിയറൽ ഹെഡേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഐസ് നമുക്ക് ട്രൈ ചെയ്യാം. അക്യൂട്ട് കേസിൽ ട്രൈ ചെയ്യാം. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ഒരു കൺട്രോൾ ഇല്ലാത്ത, നമുക്ക് പിടിച്ചാൽ നിൽക്കാത്ത വയലൻസിയും ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കണ്ടു. ഓക്കെ, അപ്പോ നമ്മുടെ സമയം പെട്ടെന്നാണ് പോയത്. ഇനി ആർക്കെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പീതാംബരൻ ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് 1 മിനിറ്റ് അങ്ങനെ വേണമെങ്കിൽ സംശയം ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷനോടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഡോക്ടറൊന്നും മിണ്ടുന്നില്ലല്ലോ, കേട്ടിരിക്കുകയല്ലേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ എന്തോ? അൺമ്യൂട്ട് ആർക്കെങ്കിലും ദിവ്യശ്രീ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, മ്യൂട്ടായി പോയല്ലോ. ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ, ഒന്നുകൂടെ. റെഡിയാണ്, പറഞ്ഞോ. ഹലോ, കേക്കാമോ? ആ ഡോക്ടർ, ഞാൻ പകുതിക്ക് വെച്ചാ കേട്ട് തുടങ്ങിയത്. എന്നാലും ലൈസിന്റെ കുറെ ഞാനിങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പൊ ശരിക്കും ഒരു അതിശയത്തിലായിരുന്നു, ലൈസിന് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടല്ലോ. ഇങ്ങനൊന്നും സാറ് പറഞ്ഞ രീതിയിലൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഞങ്ങളൊന്നും. ഒരു കേസ് വരുമ്പോഴായാലും ഇനി ഇങ്ങനത്തെ രീതി, ഞാൻ ആ ഒരു അതിശയത്തിൽ ഇരിക്കുകയാണ് ഇപ്പോഴും. അതാ ഡൗട്ട് വരാഞ്ഞ്. താഴോട്ട് വന്നത് ഞങ്ങളെല്ലാം അതിശയത്തിലായിരുന്നു, ഇപ്പൊ നോർമലായി. ഓക്കെ, അപ്പോ എന്റെ ഒരു ശ്രമം ഇപ്പൊ നമ്മള് 3-4 ക്ലാസ്സുകളായിട്ട് ഇങ്ങനെയുള്ള മെഡിസിൻ നിങ്ങൾക്ക് സ്വായത്തമാക്കാനുള്ള വഴികളും ഒക്കെ കണ്ടുപിടിച്ച് വരുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഓക്കെ, അതിന് സംശയം ഉണ്ടോ സാറേ? നമുക്ക് എല്ലാവർക്കും വളരെ, ഇതിപ്പോ നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ക്ലാസ് അല്ലേ. അപ്പൊ ഇത്രയും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം സാറായിട്ട് ഉണ്ടാക്കി തന്നല്ലോ, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മുടെ നല്ല ഒരു ക്ലാസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ പീതാംബരൻ ക്ഷണിക്കുന്നു. ഹലോ ഡോക്ടർ. ഹലോ, കേൾക്കാം. ലൈസിൻ വായിച്ചിട്ടുണ്ട്, ചില കേസിലൊക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ക്ലാസ് കേട്ടപ്പോൾ അതിൻ്റെ ഒരു പാരാവാരം പോലെ ഒരു വളരെ വിശാലമായ ഒരു ക്യാൻവാസ് തുറന്നു തന്നിട്ടുണ്ട്. അത്ര വിപുലമായ രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നതിന് ഈ ക്ലാസ് വളരെ മനോഹരമായി സാർ എടുത്തതിന് നന്ദി. നമസ്കാരം. ഓക്കെ, പീതാംബരൻ ഡോക്ടറിനും നന്ദി രേഖപ്പെടുത്തിയാണ്. എന്തായാലും നമ്മുടെ 1845 ദിവസം നമ്മുടെ മധുസൂദന പണിക്കർ സാറ് വളരെ ഗംഭീരമാക്കി. നല്ലൊരു വെടിക്കെട്ട് ക്ലാസ് ആയിരുന്നു. സാറിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നാളെ കാണുമ്പോഴേക്കും ശുഭരാത്രി. ബൈ. നമസ്തേ. നമസ്തേ.